അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നൂറ 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 വാതിൽ തുറക്ക്. അവൾ പതുക്കെ എഴുന്നേറ്റു. അല്ലാ, ഇക്ക വന്നോ? അവൾ പതുക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഉറങ്ങിയോ നീ? ഞാനറിയാതെ. അവൾ സ്നേഹത്തോടെ അതാ തൻ്റെ ഭർത്താവിനെ നോക്കി. ഇക്കക്ക് ഭക്ഷണം എടുത്തു വെച്ച് ഉമ്മ കുറേ കാത്തിരുന്നിരുന്നു. എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട. എന്നാ വെള്ളം? ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. അവൾ വേഗം താഴെ പോയി അതാ വെള്ളം എടുത്തുകൊണ്ട് വന്നു അദ്ദേഹത്തിന് നേരെ നീട്ടി. ഇതാ. അയാൾ വെള്ളം കുടിച്ചു. നല്ല ക്ഷീണം. ഇക്ക ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് പെണ്ണെ വെറുതെ ഇവിടെ വീട്ടിലിരുന്നാൽ പോരോ? മതിയോ? നിൻ്റെ പോലെ എനിക്ക് എത്ര ചുറ്റുപാടുള്ളത്, ഓരോ ഫംഗ്ഷന് കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേ ഒരുപാട് ലേറ്റ് ആവും. നീ എന്നെ കാത്തിരിക്കണമെന്നില്ല. ഇക്ക, ഞാൻ 12 മണി വരെ കാത്തിരുന്നു, പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയതാണ്. കാത്തിരിക്കണമെന്നില്ല. എന്തിനാ വെറുതെ കാത്തിരുന്നിട്ട്? നീ കിടന്നോ, ഞാൻ വരാം. അവനതാ ഫ്രഷ് ആകുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. അവൾക്ക് ഭയം തോന്നി. തൻ്റെ ഭർത്താവ് ഇന്ന് തന്നെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ റൂമിലേക്ക് ഇരുത്തിയതാണ്. ഇപ്പോൾ തന്നോട് ഇത്ര ലേറ്റായിട്ടാണ് വന്നത്. സാരല്ല, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയാലും സമാധാനമൊന്നുമില്ല. ഏതായാലും ഉമ്മ പറഞ്ഞ പോലെ ആണുങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കുക, ഒക്കെ ശരിയായിക്കോളും. പറഞ്ഞ പോലെ തന്നെ അവൾ ബെഡിലേക്ക് കിടന്നു. അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്നാൽ ദിൽഷാദ് അതാ കുളിയും കഴിഞ്ഞ് വന്നു. അവൻ വീണ്ടും വെള്ളം കുടിച്ചു. നൂറ, നീ ഉറങ്ങിയോ? ഇക്ക. ഉറങ്ങിക്കോ, നല്ല ക്ഷീണമുണ്ട് എനിക്ക്. ഞാനൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങട്ടെ. അവൻ്റെ ആ ഒരു ശബ്ദം അവളുടെ കാതുകളിൽ അലയടിച്ചു. നൂറ. അവൻ അവളുടെ തൊട്ടടുത്തേക്ക് നീങ്ങിക്കിടന്നു. അതെ, ആദ്യമായിട്ട് അവളുടെ അരയിലൂടെ അവൻ്റെ കൈകൾ ചുറ്റി അവനവളെ വാരിപ്പുണർന്നു. നൂറ പെണ്ണെ, ഉറങ്ങിക്കോ കേട്ടോ. ഉറക്കം വരുന്നുണ്ട് എൻ്റെ കുട്ടിക്ക്, ഉറങ്ങിക്കോ. ആദ്യമായിട്ടാണ് സ്നേഹത്തോടെ അദ്ദേഹം തന്നെ അങ്ങനെ നെഞ്ചോട് ചേർക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൾക്ക് ദിൽഷാദിൻ്റെ കാര്യത്തിൽ വളരെയധികം സന്തോഷം തോന്നി. ദിലുക്ക. എന്താടേ? അവളെ ചേർത്ത് പിടിച്ചു, അവൻ്റെ നെഞ്ചോട് ചേർത്തു. അവൻ ഉറങ്ങിക്കോട്ടോ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ. എന്താ ഇക്കൻ്റെ കുട്ടിക്ക് ഉറക്കം വരുന്നില്ലേ? എന്താ, ഞാൻ പാട്ടെങ്ങാനും പാടിത്തരണോ? ഞാൻ പാട്ട് പാടിയാൽ ഒരുപക്ഷെ ഇത് കഴുതരാഗായി മാറും. എന്താ? വേണ്ട. എന്നാൽ തൻ്റെ ഭർത്താവ് സ്നേഹത്തോട് 1-2 വാക്ക് സംസാരിച്ചത് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. റബ്ബേ, അതേ ദാമ്പത്യ ജീവിതം അതിങ്ങനെയൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ. എന്നാൽ നൂറ ദിൽഷാദിനോട് ചേർന്ന് തന്നെ കിടന്നു. കാരണം അവൾക്ക് ആദ്യമായിട്ടായിരുന്നു ഒരാണിൻ്റെ ആ ഒരു സ്പർശനം, ആ ഒരു ചൂടേൽക്കുന്നത്. അതവൾക്ക് വല്ലാത്തൊരു തണലായി മാറി. എന്നാൽ ദിൽഷാദും അവളെ ചേർത്ത് പിടിച്ചു. ആ ഒരു ചേർത്ത് പിടിക്കലിൽ അവൾ അറിയാതെ ആ മയക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ അന്ന് സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് അവൾ ഉണർന്നത്. അല്ലാ, സുബഹി ബാങ്ക് കൊടുത്തല്ലോ. ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ സമയം കിട്ടിയില്ല. കാര്യമൊന്നുമല്ല, ലേറ്റായി കിടന്നത് കാരണം. ഇക്ക ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, നീ എഴുന്നേറ്റ് നിസ്കരിച്ചോ. എന്നെ വിളിക്കില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത് എനിക്കറിയോ? നീ പോയി കിടന്നോ, നീ നിസ്കരിക്കുക, എന്തെങ്കിലും ചെയ്തോ. അവൾ ഫ്രഷായി ഉളൂഹ് ചെയ്തു, നമസ്കരിച്ചു. പഠിച്ചോനെ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ല. അവൾ വേഗം അതാ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ നിൽക്കുമ്പോൾ ദിൽഷാദ് പറഞ്ഞു, അതെ, കുറച്ച് അപ്പുറത്ത് പോയി ചെയ്താൽ എനിക്ക് ഒന്നും കൂടി ഉറങ്ങായിരുന്നു. നീ ഒന്നും ഉണ്ടായിട്ടല്ല നീ. അവൾ എന്നാൽ അപ്പുറത്തെ റൂമിലേക്ക് പോകണമെന്ന് കരുതി. വേണ്ട, താഴേക്ക് ഇറങ്ങാം. അവൾ ഡൈനിങ് ഹാളിൽ അവിടെ ഇരുന്നു.
ഉമ്മ അവിടെ ഇരുന്ന് നിസ്കരിക്കുകയായിരുന്നു. അതെ, അവൾ ആ ഖുർആനുമായി നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. മോളെ, ആ ഉമ്മ, ദിൽഷാദ് എഴുന്നേറ്റില്ലേ? എഴുന്നേൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഓൻ എഴുന്നേറ്റോളൂ. ഉമ്മക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം തൻ്റെ മരുമകൾ അവൻ്റെ അടുത്തുനിന്ന് വരുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. ഖുർആൻ പാരായണമെല്ലാം കഴിഞ്ഞ് അവൾ ഖുർആൻ കൊണ്ടുപോയി വെച്ച് നേരെ അടുക്കളയിലേക്ക്. മോളെ, ഇപ്പം തന്നെ ഒന്ന് അടുക്കളയ്ക്ക് ഇറങ്ങണ്ട. എന്തിനാ അപ്പം തന്നെ ഇറങ്ങണേ? മദ്രസ പോണ കുട്ടികളൊന്നുമില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ 6-6:30 മദ്രസ പോണ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചായം കടി ഉണ്ടാക്കാനൊക്കെ അങ്ങനെ പോകേണ്ടി വരും. ഇതിപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മോൾ വിഷമിക്കണ്ട, അടുക്കളയിലേക്കൊന്നും ഇപ്പം തന്നെ പോകണ്ട. ഉമ്മയുടെ വാക്ക്. ഉമ്മ, ജോലികളെല്ലാം പെട്ടെന്ന് കഴിച്ചു വെക്കാലോ, എന്നാൽ പിന്നെ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാലോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ദിൽഷാദ് ഇറങ്ങി വരുന്നു. ആ, ചായ. അവനവിടെ ഇരുന്നു. അവളതാ ഒരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതാ ചായ. അവൻ ചായ കുടിച്ചു. എതിരൊന്നും പറഞ്ഞില്ല. ഞാൻ ജോഗിങ്ങിന് പോവാം. അവനതാ ചെറിയൊരു ട്രൗസറും ഒരു ബനിയനും ഇട്ടിട്ട് പുറത്തേക്ക് പോയി. അത് അവൻ ജോഗിങ്ങിന് നടക്കുവാൻ വേണ്ടി പോവുകയാണ്. ഓന് എന്തായാലും പുലർച്ചെ അതിന് പോകണം. അതിനൊരു ഇതാണ്. ഏതായാലും പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ സ്വഭാവം നന്നായി നല്ല മട്ടത്തിൽ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലാതെപ്പോൾ അവിടെയും ഇവിടെ ജീവിച്ചിട്ട് എന്താ? ഉമ്മയുടെ മനസ്സിൽ തോന്നി. അവൻ കൊണ്ടുവന്നത് നന്നായി. മോളെ നൂറ. ആ ഉമ്മ, എന്താ കടി ഉണ്ടാക്കണേ? ഉമ്മ, എന്താ ഇക്കാക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കുക, ഉമ്മാക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കുക. ആ, ഓരോരുത്തരും ഇഷ്ടത്തിനും നിൽക്കണ്ട. ഒരു കടി എൻ്റെ മനസ്സ് തോന്നണ ഉണ്ടാക്കുക. ഉമ്മയും വരാം കേട്ടോ. ഉമ്മ, ഞാൻ ഉണ്ടായിക്കോളാം. ഉമ്മ അവിടെ ഇരുന്നോളി. അവൾ വേഗം തന്നെ അതാ പൊടി വാട്ടിക്കുഴച്ച് നൂൽപുട്ടുണ്ടാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അവൾ അത് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോഴേക്കും ഉമ്മ എത്തി അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കി. മോളെ ഇങ്ങെടുത്താ, ഞാൻ പിഴിഞ്ഞു തരാം. വേണ്ടുമ്മ, ഞാൻ പിഴിഞ്ഞോളാം, അതൊന്നും കുഴപ്പമില്ല. എന്തെന്നറിയില്ല, അവൾക്ക് വല്ലാത്ത സന്തോഷം. കാരണം തൻ്റെ ഭർത്താവ് തന്നോട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടല്ലോ, അതുതന്നെ നല്ല കാര്യം. അവൾ അതാ ചിക്കൻ കറിയും നൂൽപുട്ടും നല്ല പാൽച്ചായയും എല്ലാം റെഡിയാക്കി. എന്നാൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും ഉമ്മാ എന്ന് പറഞ്ഞ് അതാ ഫൗസിയ വരുന്നു. എന്നാൽ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മാക്ക് ശരിക്കും ടെൻഷൻ തോന്നി. ആ, വന്നയ്യേ. എന്താ ഉമ്മ, ഞാൻ വരാൻ പാടില്ലേ? അല്ല, വന്നോ ചോദിക്കുക. ആ, എന്താന്ന് ഇവിടെ സ്പെഷ്യല്? ആഹാ, നല്ല നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ. അവൾ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് എടുത്തു. അതാ നൂൽപുട്ട് 2-3 അതിലേക്ക് എടുത്ത് നല്ലോണം ചിക്കൻ കറിയും ഒഴിച്ച് കുഴച്ച് കഴിക്കാൻ തുടങ്ങി. ചായ ആയില്ലേ? ആ, ആയി. ഇപ്പം കൊണ്ടുവരാം. മോളെ, ഓനും വന്ന് ഒരുമിച്ചാണ്ടിരുന്നാൽ പോരായിരുന്നോ? ഒറ്റക്ക് ഇങ്ങനെ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നാൽ പോരേനോ? ഉമ്മയുടെ വാക്ക്. എൻ്റെ ഉമ്മ, ഞാൻ വിശന്ന് വലിഞ്ഞ് വരികയാണ്. ഇജെന്ത് രാവിലെ തന്നെ എങ്ങനെ? അവിടെ ചായം കിടന്നുണ്ടാക്കണ്ടേ? എൻ്റെ മൂത്തച്ചാളന്നെ ഉണ്ട് അവിടെ. ഓലുണ്ടായിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പോരും. എനിക്കിപ്പോൾ ഓൽക്കെല്ലാവർക്കും കൂടി ചുട്ടുവിട്ടുണ്ടാക്കാനൊന്നും കഴിയൂല. എൻ്റെ പുതിയാപ്പിള അവിടെ ഇല്ലല്ലോ. എൻ്റെ മാപ്പിള ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും, ഉണ്ടെങ്കിൽ അയക്കൂല. എന്നാലും എൻ്റെ പെണ്ണ് ഒരു സ്കൂട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് ഇത്രയും രാവിലെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ പാടുണ്ടോ? എല്ലാവരും കൂടി ഉണ്ടാക്കി കഴിക്കല്ലേ വേണ്ടത്. ഉമ്മാക്ക് എന്താ ഞാൻ വന്ന് പറ്റിയില്ലേ? പറ്റായിട്ടല്ല മോളെ, ഞാൻ പറയാ. എന്നാൽ അവളതാ വീണ്ടും വീണ്ടും നൂൽപുട്ട് ഒരുപാടിട്ട് കഴിക്കുന്നു. ഒരു നിമിഷം ഉമ്മാക്ക് തോന്നി, പഠിച്ചോനെ തേയില, ഈ പെണ്ണെന്തരാ അന്നും വെള്ളവും കാണാത്ത പോലെ. എല്ലാവർക്കും കൂടി ഉണ്ടാക്കി വെച്ച്. ഉമ്മ, ഇനി ഉണ്ടാക്കണോ? വേണ്ട മോളുള്ളത് മതി, ഇനി പോര്. ആ, അപ്പോഴേക്കും ജോഗിങ് കഴിഞ്ഞ് അവനും എത്തി. അവൻ ഫ്രഷായി. ആ, എടാ ദിൽഷാദേ, ചായ കുടിച്ചോ? മോളെ, എടി ഇങ്ങോട്ട് പോന്നാ. നൂറ. ഉമ്മ, ഞാൻ ഇരുന്നോളാം, ഉമ്മ ഇരിക്കി. ഉമ്മ ഓളിരുന്നോളൂ. എവിടെ മരുക്കളൊന്നും ഒപ്പരുത്തരൊന്നുമില്ല. ഉമ്മക്ക് എന്തിൻ്റെ കേടാ? ഞങ്ങളൊക്കെ ഇപ്പോൾ ഒപ്പം ആദ്യം ഉമ്മാക്കും ഉപ്പാർക്കും അല്ല, ആണുങ്ങൾക്കുള്ളതാണ് വിളമ്പി കൊടുക്കും. നീർ ബാക്കിയുണ്ട് ഞങ്ങൾ തിന്നു. അങ്ങനെ ചെയ്യല്. പെട്ടെന്ന് നൂറയുടെ ഉമ്മ പറഞ്ഞു, എന്നിട്ടിപ്പോൾ നീ അങ്ങനെയല്ലേ ചെയ്തത്? ഉമ്മ, ഞാൻ ഇവിടുത്തെ മോളാണ്, മോളും മരുവളും മാറ്റുണ്ട്. എന്നാൽ നൂറ മടിച്ചു. കാരണം അവൾ കൂടി ഇരുന്നാൽ ഇനി ഭക്ഷണം തികയോ എന്ന് വരെ. കാരണം അവൾ കണക്കാക്കിയായിരുന്നു ഉണ്ടാക്കിയത്. എന്നും ബാക്കിയാവും. ഇന്ന് ഫൗസിത്ത് വരുന്നൊന്നും തീരെ കരുതിയില്ല. എന്നാലും അവൾക്കൊരു ഭയമായിരുന്നു. ഞാനിരുന്നാൽ ഉമ്മ എൻ്റെ പ്ലേറ്റിലേക്ക് കണ്ടിടും, പിന്നെ അവർക്ക് തികയില്ല എന്ന് ഭയന്ന് അവൾ അവിടെ തന്നെ നിന്നു. എൻ്റെ പൊന്നാര മോളെ, ഇജ് അടുക്കളയിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങോട്ട് പോന്നാച്ചേ. ഉമ്മ എഴുന്നേറ്റ് അവളെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ, എന്താ നിങ്ങൾക്ക് എന്തിൻ്റെ പിരാന്താ?
നിങ്ങൾ നീച്ച് പോയി അവളെ വിളിച്ചിട്ട് വേണം, അവൾക്ക് ഇവിടെ നിന്ന് ഇരുന്നൂടെ? ഉമ്മ ഞാൻ വന്നോളാം, ഉമ്മ ഇരിക്കേ. ഉമ്മ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം. അതിനിപ്പോൾ അവർക്ക് മോളെ അതന്നെ എംബോഡിജിട്ട് പോന്നാ. അവളെ ഉമ്മ നിർബന്ധിച്ച് വിളിച്ചു. എന്നാൽ അവൾക്ക് പേടി തോന്നി. കാരണം ഇനിയിപ്പോൾ ഉമ്മ ഇതിലേക്ക് രണ്ടെണ്ണാണ്ട് എടുത്തിടും. എന്നിട്ടിപ്പോൾ അപ്പോൾ ഫൗസിത്താക്കും ദിൽഷാദുക്കാക്കും ഒന്നും ഇട്ട് കഴിക്കാനുണ്ടാവില്ലേ? ഇന്നാണെങ്കിൽ ഞാൻ കുറച്ചുണ്ടാക്കി, അല്ലെങ്കിൽ കുറേ ഉണ്ടാക്കി എന്നും പുറത്തേക്ക് ഇടലാണ്. അപ്പം ഞാനായിട്ട് തന്നെയാണ് ഇന്ന് കുറച്ചത്. മാവ് കുറച്ചെടുത്തിട്ടുള്ളായിരുന്നു ഞാൻ. മോളെ ഇവിടെ ഇരുന്ന ഉമ്മ അപ്പോഴേക്കും അതാ അവളുടെ പ്ലേറ്റിലേക്ക് 2 നൂൽപുട്ടും ചിക്കൻ കറിയും എല്ലാം ഒഴിച്ചു കൊടുത്തു. മോളെ കഴിക്ക്. പെട്ടെന്ന് ഫൗസിയ, എന്താ ഉമ്മങ്ങൾ ഓളങ്ങനെ തീറ്റിക്കാനും? ഓളെന്നെ ഉണ്ടാക്കിയതല്ലതൊക്കെ, ഓൾ ഇവിടുത്തെ മരുമകളും അല്ലേ, ഓൾക്കറിയില്ല ഇട്ട് തിന്നണമെന്നൊക്കെ ഉള്ളത്. ഫൗസിയ ഒന്നും പറയണ്ട, ഞാൻ ഇട്ട് കൊടുത്തെന്ന്. എനിക്ക് ഇട്ട് തരേണ്ട ആവശ്യമില്ല, ഓൾ ഇട്ട് കഴിക്കൂല, അതുകൊണ്ടാണ്. ഉമ്മാക്കിപ്പോൾ ഞാൻ വന്നത് പറ്റിയിട്ടില്ലേ? എൻ്റെ പൊന്നാര പെണ്ണ്, അതൊന്നുമല്ല, ഞാൻ പറയാമെന്ന് മാത്രം. ഉമ്മ എനിക്ക് മതിട്ടോ, ഇനി ഇടണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല ദിൽഷാദേ, അവളോട് പറഞ്ഞോക്കെ ഈ ഒന്ന്. ഉമ്മ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളില്ലേ. നൂറ ഇട്ട് കഴിക്ക്, വിശക്കൂ. അവൻ കുറച്ച് ഗൗരവമുള്ള ശബ്ദത്തോടു കൂടിയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഫൗസിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല ആള്, പുതിയാപ്പിളക്ക് അതിന് പറ്റുവാനും. അവൾ കളിയാക്കി ചിരിച്ചു. നൂറയുടെ മുഖം വല്ലാതെയായി. മോളെ ഈ കഴിക്കിട്ടോ, ഓല അങ്ങനെയൊക്കെ പറയും, അതതിൻ്റെ അപ്പുറം പറയും. ഓല ആങ്ങളെയും പങ്ങളും ഒന്നേക്കാർ എപ്പോഴും. ഇജ്ജ് നല്ല മട്ടത്തിന് ഉമ്മാൻ്റെ കുട്ടി കഴിച്ചാണ് ഇട്ടുകാണ്ട്. അങ്ങനെ ഏതാ ഉമ്മ തന്നെ അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. ഉമ്മ മതി, ഇനി മതി ഉമ്മ, എനിക്ക് ഇത് ഇട്ടോളി. ഞാടുന്നുണ്ട്, ഇന്നിപ്പോൾ ഒരാൾ കൽപ്പിക്കൊന്നും വേണ്ട. ഞാൻ 5, 6, 7 കപ്പ് തിന്നിക്കണം. നല്ല സോഫ്റ്റുള്ള നൂൽപുട്ടില്ലേ. ഈ എങ്ങനെയാണ് ഇത് പൊടി വാട്ടിയതാ? പൊടി വാട്ടിയാലാണ് ഒന്നും കൂടെ ടേസ്റ്റ്. പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകും, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ. വയറ് നിറയെ തിന്നുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതാ അവൾ എഴുന്നേറ്റ് കൈ കഴുകി. തിന്ന പാത്രം പോലും ഫൗസി എടുത്ത് വെച്ചില്ല. ഉമ്മാക്ക് അത് പറ്റിയില്ല. പഠിച്ചവൻ ഈ പെണ്ണിനോടൊന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നാത്തൂമാരെ വിചാരിച്ചിക്കണം ഇങ്ങനെ ഇടങ്ങാറാക്കാൻ പാടുണ്ടോ റബ്ബേ. വേഗം അതാ അവൾ നൂറ പാത്രങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നു. നൂറ മോളെ ഞാൻ എടുത്തോളാം. പെട്ടെന്ന് ഉമ്മ ഫൗസിയൻ്റെ അടുത്തേക്ക്, എൻ്റെ പൊന്നാര ഫൗസിയ, ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ടീമാണ് അല്ലേ? ആ പെണ്ണ് അത്രയും കരുതിയിട്ടത് കുഴച്ചുണ്ടാക്കി, ആ നൂൽപുട്ടും കറിയും എല്ലാം ഉണ്ടാക്കി ടേബിളിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ തിന്നാൻ കയ്യകി അവിടെ ഇരുന്ന്. എന്നല്ലാതെ ആ തിന്ന പാത്രം പോലും ഒന്നും വേണ്ട, എൻ്റെ പാത്രമെങ്കിലും ഈ എടുത്ത് കൊണ്ടോണ്ടേ? ഇതെന്തൊരു മര്യാദകേടാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നുമില്ല, ആരാൻ്റെ പെരീത്തെ കുട്ടികളാണ്, അവരേറെ പ്രതീക്ഷയോടെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. നമ്മളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മോളെ? ഈ പരിപാടി നീ ചെയ്യരുതിട്ടേ. നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം, അല്ലെ തിന്ന് നീച്ച് പോവാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എൻ്റെ മോളൊന്നും ചെയ്തില്ല. ഞാൻ എന്നോട് സ്നേഹം കൊണ്ട് പറയാണ്, അതായത് നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. ശരിയാണ്, ഈ ഇവിടെ ഒരു നാത്തൂനൊക്കെ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ എന്നോട് അവൾക്ക് കുറച്ചെങ്കിലും ഒരു സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ രീതി നിൽക്കണ്ടേ? ഈ ഉമ്മാൻ്റെ ഉപദേശം ഞാൻ കേട്ട് മടുത്തു. അതാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള മടി. ഈ ഉപദേശം എന്തോരു ഇതാണെന്നോ ഈ ഉപദേശം. എനിക്ക് ഈ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. ഞാനും അവിടെ വിരുന്നാരത്തിൻ്റെ സ്ഥാനമാണ്. ഈ വിരുന്നാരികാരി ആകുമ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ വന്നുകാണ്ട് ഇവിടെ പാത്രം കഴുകാനും ഇതിനൊക്കെ നിൽക്കല. ഞാൻ ഇവിടുത്തെ പെങ്ങളാണ്. പെങ്ങളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അല്ല മോളെ, നല്ല മട്ടത്തിലായാൽ നല്ലഞ്ചേൽക്കെന്ന് പറയാം അല്ലേ? ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ അവൾ അടുക്കളയിലേക്ക് പാത്രമെല്ലാം കൊണ്ടുപോയി എല്ലാം എടുത്ത് കഴുകാൻ തുടങ്ങി. ഉമ്മ പെട്ടെന്ന് വന്നു, മോളെ മാറ്, ഞാൻ കുറച്ച് പാത്രം കഴുകാം, അങ്ങോട്ട് മാറി നിൽക്കും മോളെ. ഉമ്മ ഇത് അതിനകത്തുള്ളല്ലോ ഉള്ളുമ്മ, ഉമ്മ വേറെന്തെങ്കിലും നോക്കിക്കോളി, ഉമ്മ ഇത്താനോട് പോയി സംസാരിച്ചോളി, ഞാൻ ചെയ്തോളാം ഉമ്മ. അവൾ അത് പറയുമ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ നൂറ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇടങ്ങാറാണ് ഇങ്ങനെല്ലാം കൂടി ഈ എടുക്കണ കാണുമ്പോൾ. അവൾ പാത്രമെല്ലാം കഴുകി ചോറിനുള്ള വെള്ളം അതാ അടുപ്പത്ത് വെച്ചു. മോള് പോയിട്ട് കുറച്ചറിഞ്ഞ് ദിൽഷാൻ്റെ ഒപ്പം പോയിരിക്കുവാൻ അവിടെ പത്രം വായിക്കണേ. അല്ല അതൊന്നും വേണ്ട ഉമ്മ, ഞാനിവിടുത്തെ ജോലിയൊക്കെ ചെയ്തോളാം. അല്ല ഉമ്മ പോയിക്കോളി ഉമ്മ, ഉമ്മ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നോളി. നൂർജഹാൻ അങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്നാൽ ഈ സമയം സിറ്റൗട്ടിൽ
അതാ അവരിയ്ക്കുകയായിരുന്നു. മോളെ, ഓനക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്താളാ, ഉമ്മ പറഞ്ഞു. നൂറ് വെള്ളവുമായി അവൻ്റെ അരികിലേക്ക് പോയി. ഇക്ക, ഇത് വെള്ളം. ആഹാ, വെള്ളോ? ചായ കുടിച്ചില്ലേ? എന്താ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ, പണി മുഴുവനായിട്ട് എടുക്കണ്ട. തൻ്റെ ഭർത്താവ് ആദ്യമായി തന്നോട് അങ്ങനൊരു വാക്കുകൾ പറഞ്ഞപ്പോൾ ശരിക്കും അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അല്ല, ഒന്നും വേണ്ട, ഈ ഒരു വാക്ക് മതി. നൂറ, ന്യൂസ് പേപ്പർ വായിച്ചേ? ഇല്ല, എന്നാ വായിച്ചോ. ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വായിക്കുമ്പോഴത്തിന് നേരെ ഒരുപാട് ലേറ്റാവും. ഇവിടെ ഇരുന്ന് വായിച്ചോ. സ്നേഹത്തോടെ ദിൽഷാദ് അവളോട് അത് പറയുന്നു. അതിലൊരു പേജ് എടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്നാണ് അത് ഫൗസിയ കാണുന്നത്. മാപ്പിളയും പെണ്ണുങ്ങളും പത്രം വായിക്കണം. ഉമ്മ, അങ്ങോട്ട് നോക്കിങ്ങൾ. രണ്ടാളും കൂടി പത്രം വായിച്ചിരിക്കുക സിറ്റ് ഔട്ടിൽ. അവിടെയൊക്കെയാണ് ഇത് കാണ്ടീനോ. ഞങ്ങളെ പെരിനെ കെട്ടിച്ച പെരിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സിറ്റ് ഔട്ടിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോഴത്തിന് അമ്മോഷങ്ങൾക്ക് ഒരു നോട്ടുണ്ട്. മൂപ്പരൊരു നോട്ടം നോക്കി ഞങ്ങളൊക്കെ അവിടുന്ന് പായും. ഇവിടെ പിന്നെ പേടിച്ചാനൊന്നും ആരും ഇല്ലല്ലോ. രണ്ടാളും കൂടിയും അവിടെ ഇരുന്ന് പത്രം വായിക്കുക, എന്നിട്ട് കഥകൾ പങ്കുവെക്കുക. ബെസ്റ്റ്. എന്നാൽ ഉമ്മ പറഞ്ഞു, അതിനെന്താ മോളെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണ കാണുമ്പോൾ ഉമ്മയായി എനിക്കുണ്ടൊരു സന്തോഷം. അതെ, അവർ സംസാരിക്കട്ടെ, അവരിടപഴകട്ടെ. എന്താ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചുകൂടെ? നിങ്ങൾക്ക് എന്തോ ഒരു കൊഞ്ചിക്കുഴയിലാവും. രണ്ടാളും അങ്ങോട്ട് നോക്കി എന്താ വർത്താനം കാട്ടിക്കൂട്ടലും. എന്താന്നില്ല, എവിടം വരെ എത്തുന്നാവും. എൻ്റെ പൊന്നാര ഫൗസിയ, ഭാര്യയും ഭർത്താവായാൽ അത് കുറച്ചൊക്കെ വേണം. അതന്നെ ഞാൻ ആഗ്രഹിച്ചതും. ഇനി ഒരിക്കലും അവർ വേർപിരിയാതെ നല്ല മട്ടത്തിന് പോയി കിട്ടിയാൽ നല്ലതായിരുന്നു. കാരണം കുറേ ഇടങ്ങാറേക്കണ ആ കുട്ടി. ഓ, ഉമ്മ തലയിൽ കയറ്റിച്ചോളി. തലയിൽ കയറ്റിയാലേ കൊത്തി മുറത്തി കയറി കൊത്തും. അതാ ഉണ്ടാകുക. ഇപ്പം രണ്ടാളും എന്താ ചിരി. അങ്ങോട്ട് നോക്കി നിങ്ങൾ. ദിൽഷാദ് ഓളെ നോക്കണുണ്ടില്ലേ. എന്നാൽ ഈ സമയം അതാ നൂറയോട് ദിൽഷാദ് പറഞ്ഞു, നൂറ, ഈ നെക്ലേസ് എങ്ങനെയുണ്ട് വേണേ? അടിപൊളി. എന്താ വേണോ? എനിക്കിപ്പോൾ വേണ്ടല്ലോ, എനിക്കുണ്ടല്ലോ. നിൻ്റെ മാല എൻ്റെ കൈവശം ഉണ്ടല്ലോ, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ? ഇതുപോലത്തെ ഒരു നെക്ലേസ് നമുക്ക്. അതൊന്നും വേണ്ടേക്കാ, അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് എവിടെയൊക്കെ പോകാനാ? എന്താ, നമുക്ക് ടൂറൊന്നും പോകണ്ടേ? ടൂറൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ നല്ല നെക്ലേസൊക്കെ ഇട്ട് പോവാം. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ പിന്നെ വേണ്ടല്ലേ? അതൊന്നും വേണ്ടാതെ നല്ലല്ലേ, ഫ്രീ ആയിട്ട്. എന്നാൽ പേടിക്കണ്ടല്ലേ? സ്വർണത്തിനൊക്കെ ഇത്ര വില കൂടിയ സമയത്ത് നമ്മൾ. അതേക്കാ, എനിക്ക് ഒന്നും വേണ്ട, നിങ്ങളീ സ്നേഹം മതി. എന്നാൽ അത് കേട്ടുകൊണ്ട് ഫൗസിയ അങ്ങോട്ട് കടന്നു വന്നു. ഓ ഉമ്മ പറഞ്ഞു കേട്ടോ, ഒന്നും വേണ്ട, സ്നേഹം മതിയെന്ന്. അതന്നെ വാണ്ടിയിട്. അങ്ങനെ ആകുമ്പോഴാണ് നീളം നിന്ന് പോവുക. ഓരോ നല്ല മട്ടത്തിന് നല്ല രീതിയിൽ കഴിയട്ടെ. പടച്ച റബ്ബ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷം കൊണ്ട്. എന്നാൽ ഫൗസിയയുടെ മനസ്സിൽ ദേഷ്യമായിരുന്നു. പെട്ടെന്ന് അതാ അവൻ നൂറയുടെ കൈകൾ പിടിച്ചു. എന്തീക്ക? ഏയ്, ഒന്നുമില്ല. നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ? എന്തീക്ക? ഒരു വള വാങ്ങി തന്നാലോ? ഉണ്ടല്ലോ ഇക്ക, പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ വള മാല എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പം ഉണ്ടല്ലോ. അല്ലേ, എൻ്റെ വകയായിട്ട്. അതൊന്നും വേണ്ട എൻ്റെ പൊന്നാരിക്ക, നിങ്ങളെ സ്നേഹം മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് അവളതാ അകമടിച്ചു വരി തുടക്കുവാൻ വേണ്ടിയിട്ട് അതാ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ ദിൽഷാദും ഓടിക്കയറി പോകുന്നത് ഫൗസിയെ കണ്ടു. ഫൗസിയക്കത് കണ്ടപ്പോൾ ദേഷ്യം തോന്നി. ഓ, പിന്നെ തുടങ്ങിക്കണ് ഓലെ മുഹബത്ത്. ഇതുവരെ അങ്ങനെയും ഇങ്ങനെയും അസുഖക്കാരിന്നേനോ, ഇപ്പം കണ്ടില്ലേ ഓളെ പിന്നാലെ ഓളങ്ങ് കയറിപ്പോയി. എന്താന്നില്ലേ, ഫൗസിയക്ക് അവരുടെ സ്നേഹത്തിൽ അസൂയ തോന്നി. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.